ഇത് പതുക്കെ പതുക്കെ വരുന്നത്. നമ്മൾ ഒറ്റ ഇപ്പം ഇന്ന് ഡിപ്രഷൻ വന്ന് നാളെ ഒരിക്കലും ഒരാൾ പോയി മരിക്കത്തില്ല. ഇതിങ്ങനെ ഒരു ഇവോൾവിങ്ങാണ്. ആദ്യം ചെറുതായി ചെറുതായി വന്ന് 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 പിന്നെ കുറേ ആ ഒരു സിവിയർ സ്റ്റേജിൽ എത്തുമ്പോഴേ ഈ സൂയിസൈഡിനെ പറ്റിയുള്ള ആലോചനയൊക്കെ വരത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇവർ പറയുമ്പോഴൊക്കെ നമ്മൾ അത്രയും വീട്ടിൽ ശ്രദ്ധിക്കത്തില്ല, വീട്ടുകാർ മൈൻഡാക്കത്തില്ല. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പം അവർ ഉറക്കമില്ല എന്ന് പറയും. പിന്നെ അതൊന്നും കാര്യം ഒന്നും അറിയാത്തതുകൊണ്ട്. രണ്ടാമത്തത് നാണക്കേടും ഉണ്ടായിരിക്കും. എങ്ങനെയാ സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കുന്നത്, മോശമല്ലേ, പറയുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, പ്രായത്തിലായുള്ളൂ, അപ്പോൾ അവളുടെ ജീവിതം പോകും, അവളുടെ ഭാവി പോകും, നാളെ എന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സ്റ്റിഗ്മ കാരണം പിന്നെ പോകത്തില്ല. പിന്നെ മൂന്നാമത്തെ കുറേ നാട്ടുകാരുടെ ഉപദേശമൊക്കെ കാണും. ഇങ്ങനെ കാര്യം പറയുമ്പോൾ സൈക്കാട്രിയുടെ മരുന്ന് കഴിച്ചാൽ പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, പിന്നെ ഫുള്ള് മെൻ്റലാവും, പിന്നെ അതുപോലെ അങ്ങ് ആവും എന്നൊക്കെ പറഞ്ഞ് കുറേ നാട്ടുകാരുടെ ഉപദേശം. ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മരുന്നും കൊണ്ടുപോയ ഫാർമസിസ്റ്റിൻ്റെ കുറേ അവിടുന്ന് ഫാർമസിയിൽ നിന്ന് കുറേ, അതായത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറേ ഉപദേശം. ഇതെന്തിനാണ് കഴിക്കുന്നത്, ഇത് കഴിക്കേണ്ട കാര്യമില്ല, പിന്നെ ഇത് കാലാകാലം കഴിക്കും, നിങ്ങളുടെ മോളുടെ ജീവിതം അല്ല മോൻ്റെ ജീവിതം തീരും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉപദേശം. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമുക്കൊരു പേടി വരും, ഇത് ശരിയാണോ എന്നുള്ളത്, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാവണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഐഡിയ വേണം. അപ്പോൾ ഇങ്ങനെ ആര് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഒരാൾ നമ്മളോട് ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരിക്കുമ്പം തിരിച്ച് ഇത് തള്ളാണ്, ഇങ്ങനെയല്ല സംഭവം, ഇങ്ങനെയാണ് നമ്മൾ തിരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വിവരം നമുക്ക് വേണം. അപ്പോൾ പിന്നെ അവർ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർ പറയുന്നത്. അപ്പം നമ്മൾ അത് ഫുള്ള് വിശ്വസിക്കാതെ എന്താ കാര്യം എന്ന് പറഞ്ഞ് തിരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ മരുന്നപ്പോൾ നമ്മൾ കാലാകാലമൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് ഒരാൾക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കും. നമ്മൾ 9 months കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. അത് ബ്രേക്കില്ലാതെ കഴിക്കണം. അപ്പോൾ ചിലവരെന്ന് വെച്ചാൽ 2-3 മാസം കഴിയുമ്പോൾ ഇത് നല്ല ബെറ്ററാവും, നമ്മൾ പഴയ രീതിയിലാവും. അപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ഇത്. കാരണം നമ്മളെ മനസ്സിന് ഒരു ഹീലിംഗ് ടൈം ഉണ്ട്. നമ്മൾ എത്ര നമ്മൾക്കിപ്പോൾ നമ്മൾ കാലിന് പ്ലാസ്റ്റർ ഇടുന്നു, അപ്പോൾ പറയും 6 ആഴ്ച അനക്കാതെ വെക്കണം, പ്ലാസ്റ്റർ ഇട്ട് വെക്കണം എന്ന് പറയും. അപ്പോൾ ചിലവർ ഭയങ്കര തിരക്കുള്ളവർ ഇച്ചിരി കഴിയുമ്പോൾ 4 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ പ്ലാസ്റ്ററൊക്കെ പോയി ജോലിക്ക് പോകാൻ തുടങ്ങും, അത്രയും ഭയങ്കര തിരക്കുള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും കാലാകാലം ഇവരുടെ കാലിൻ്റെ ആ വേദന പിന്നെ പോകത്തില്ല, അത് അവിടെ ഹീൽ ചെയ്യത്തില്ല ശരിക്കും. ആ സമയം നമ്മൾ കൊടുക്കാത്തതുകൊണ്ട്, ആ ഹീൽ ചെയ്യാത്തതുകൊണ്ട് പിന്നെ അത് കാലാകാലം ആ വേദന നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കാര്യം പോലെ തന്നെ നമ്മുടെ മനസ്സിനും ഉണ്ട് ഒരു പീരീഡ്, ഒരു ഹീലിംഗ് ടൈം ഉണ്ട്. അത് അത്രയും ഒരു ട്രോമ ഉണ്ട്, അത്രയും അതിനൊരു വിഷമം അനുഭവിച്ചൊരു സമയമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഹീൽ ചെയ്യാൻ ടൈം കൊടുക്കണം. അപ്പോൾ ആ സമയം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ തീർച്ചയായും നമുക്ക് മരുന്ന് നിർത്തി പഴയ പോലെയൊക്കെ ആവാൻ പറ്റും.